ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ തുറക്കുന്ന ഈ സമയത്ത് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ലഞ്ചാണ് കാണിക്കുന്നത്. തേങ്ങ അരച്ച് ചേർക്കാതെ പെട്ടെന്ന് നല്ലൊരു മോരുകറി ഉണ്ടാക്കാം. വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അതിലേക്ക് 3-4 വെളുത്തുള്ളി ചതച്ചതും 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് മൂപ്പിക്കാം. പച്ചമോര് കുട്ടികൾക്ക് കൊടുത്തയക്കുന്നതിനേക്കാൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് കൂടി ചേർക്കാം. അതിലേക്ക് പകുതി തക്കാളിയും 1 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. തക്കാളിയുടെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടി വഴറ്റാം. ഉടച്ചു വെച്ചിരുന്ന തൈരിലേക്ക് ചെറു ചൂടുവെള്ളമാണ്, ചൂടില്ല, ചൂടാക്കി തണുത്ത വെള്ളമാണ് ചേർത്തത്. ചട്ടിയിലായതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടാണ്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ ചെറുതായി ഒന്ന് ചൂടാക്കാം. ആവി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. തേങ്ങ ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുന്ന മോരുകറി ചൂടായാൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. ഈ കറി അധികം നമ്മൾ ചൂടാക്കുന്നില്ല. അതുകൊണ്ട് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ ചൂടാക്കിയ വെള്ളം തണുത്തത് ചേർക്കണം. ഇനി പെട്ടെന്നൊരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാം. ഏത് തോരൻ വേണമെങ്കിലും ഉണ്ടാക്കാം. തലേ ദിവസമേ പച്ചക്കറി അരിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. സ്കൂൾ തുറക്കാൻ 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും മഴ തകർത്ത് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ബീറ്റ്റൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ ആവി വരുമ്പോൾ യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകിട്ടായാലും തോരൻ ഒട്ടും തന്നെ ചീത്തയായി പോവില്ല. 2 മിനിറ്റ് കൂടെ ഇടയ്ക്കൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇത്രയും മതി. നല്ലൊരു തോരൻ റെഡിയായിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പകുതി സവാള, പകുതി ക്യാരറ്റ്, ചെറിയ കഷ്ണം ക്യാബേജ്, 1 പച്ചമുളക്, ഇത്രയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടായിരിക്കും. അതിൽ ചെയ്യുന്നതാണ് എളുപ്പം. പച്ചമുളക് സെപ്പറേറ്റാണ് കട്ട് ചെയ്തത്. അരിഞ്ഞു പോയാൽ ചിലപ്പോൾ നല്ല എരിവായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിന് താഴെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. സാധാരണ ഉള്ളി പച്ചമുളക് മാത്രം ചേർത്ത് ഓംലേറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയമായാലും ഈ ഓംലേറ്റ് അതുപോലെ തന്നെ ഇരിക്കും. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് നല്ലതുപോലെ പതഞ്ഞു വരുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് ഓരോ രീതിയിൽ ഉണ്ടാക്കാം. ഒരു ദിവസം മുട്ട ഓംലേറ്റ് ആണെങ്കിൽ, മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീൻ വാങ്ങുന്നതിൽ നിന്ന് 2 കഷ്ണം മാറ്റി വെച്ച് അരപ്പൊക്കെ ചേർത്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. മോരുകറിക്ക് പകരം പരിപ്പോ സാമ്പാറോ തീയലോ അങ്ങനെ എന്തെങ്കിലും മാറി മാറി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ളതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ കുക്കായി വരണം. ഇതുപോലൊരു ഓംലേറ്റ് ഉണ്ടെങ്കിൽ ഒരു ചോറ് പോലും ബാക്കി വയ്ക്കാതെ മുഴുവനായും കുട്ടികൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കും.
കറി സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെക്കുന്നതാണ് നല്ലത്. ഇനി ലഞ്ച് ബോക്സിലേക്ക് ചോറും കറിയുമെല്ലാം എടുത്ത് വയ്ക്കാം. നമ്മുടെ മക്കൾ എത്ര കഴിക്കുമെന്ന് നമുക്കറിയാം. ആ ഒരു രീതിയിൽ മാത്രമേ വയ്ക്കാവൂ. ബാക്കി വേസ്റ്റാക്കി കളയാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. വെക്കേഷനെല്ലാം നല്ലതുപോലെ എൻജോയ് ചെയ്ത് പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുന്ന എല്ലാ മക്കൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു.